കാസർഗോഡ് കുമ്പളയിൽ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന് രോഗിയുടെ കൂട്ടുനിൽപ്പുകാരന്റെ മർദ്ദനം. കാസർഗോഡ് കുമ്പള സഹകരണ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ടി ഗൗതമനെയാണ് മർദ്ദിച്ചത്. കുമ്പള ശാന്തിപ്പള്ളയിലെ ചന്ദ്രുവാണ് മർദ്ദിച്ചത്. ഞായറാഴ്ച രാത്രിയാണ് സംഭവം. ഷഫീഖ് നസറുള്ള കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. ഷഫീഖ്, എന്താണ് വിശദാംശം? കാസർഗോഡ് കുമ്പള സഹകരണ ആശുപത്രിയിൽ കുടുംബത്തോടൊപ്പം എത്തിയ ചന്ദ്രു തീവ്രപരിചരണ വിഭാഗത്തിൽ അത്യാഹിത വിഭാഗത്തിനകത്ത് കയറി ബഹളം വെക്കുകയായിരുന്നു. ഇങ്ങനെ ബഹളം വെക്കുന്ന സമയത്ത് ഇവിടെ ബഹളം വെക്കരുത് എന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ അവരോട് അറിയിച്ചു. ഇതിൽ പ്രകോപിതനായ ആളാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചത്. സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സെക്യൂരിറ്റി ജീവനക്കാരൻ ടി ഗൗതമിന് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ് ഉള്ളത്. ഈ ചന്ദ്രുവിൻ്റെ കുടുംബവുമാണ് ആശുപത്രിയിൽ എത്തിയത്. അവിടെ അത്യാഹിത വിഭാഗത്തിൽ അവരുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റു ജീവനക്കാരോട് ബഹളം വെക്കുന്ന സമയത്താണ് പുറത്തുണ്ടായിരുന്ന ഗൗതം ഈ അത്യാഹിത വിഭാഗത്തിനകത്തേക്ക് വരുന്നത്. അവിടെ ബഹളം വെക്കരുത് എന്ന നിർദ്ദേശം നൽകി. എന്നാൽ ചന്ദ്രു അത് വകവെക്കാതെ ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്, ചികിത്സയിലാണുള്ളത്. പക്ഷേ ഇത്രയും പരാതി നൽകിയിട്ടും പോലീസ് ഇതിലൊരു പരാതി സ്വീകരിക്കുന്നില്ല, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ജീവനക്കാർ പരാതി പറയുന്നത്. പോലീസ് ഉചിതമായ നടപടി എടുക്കണം എന്നതാണ് ജീവനക്കാർ സൂചിപ്പിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ആശുപത്രിയിലെ OP വിഭാഗത്തെ സേവനമടക്കം അവസാനിപ്പിച്ച് സമരം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ജീവനക്കാർ സൂചിപ്പിക്കുന്നുണ്ട്. ഞായറാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ ചികിത്സയിലാണ് ഇപ്പോൾ ഗൗതം ഉള്ളത്. പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഈ വിഷയത്തിൽ ഉചിതമായ നടപടി എടുക്കുന്നില്ല. ചന്ദ്രുവിനെ കസ്റ്റഡിയിലെടുക്കുകയോ ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ആശുപത്രി ജീവനക്കാരന് ലഭ്യമാവുന്ന വിവരം. നിഷാദ്.